സ്വയംഭോഗം ചെയ്യുന്നതിൽ പിടിക്കപ്പെട്ട് നിങ്ങൾ നിർത്തിയാൽ അത് നിങ്ങൾക്ക് നാണക്കേടാണ്. പക്ഷേ നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ അത് അവർക്ക് നാണക്കേടാണ്. ഹേയ്, നിങ്ങൾ എന്തിനാണ് ഇത്ര തടിച്ചിരിക്കുന്നത്? ശരി, എന്റെ കുടുംബത്തിൽ അത് നടക്കുന്നു. വിഡ്ഢിത്തം. നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതുവരെ ഓടിയിട്ടില്ല. ക്ഷമിക്കണം, നിങ്ങൾക്ക് ഒരു നായക്കുട്ടിയെ വേണോ? വേണ്ട. നന്ദി, എനിക്ക് വിശക്കുന്നില്ല. ആഫ്രിക്കയിൽ എന്തിനാണ് ആയുധങ്ങളില്ലാത്തത്? എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് ഒഴിഞ്ഞ വയറ്റിൽ മരുന്ന് കഴിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ അശ്ലീലം കാണാൻ ആഗ്രഹമുണ്ടോ? അശ്ലീലം. നിങ്ങൾ ഇതിനകം ഫുട്ബോൾ കളിക്കാൻ നമുക്കറിയാം. വെള്ളരിക്ക ഓർമ്മശക്തിക്ക് നല്ലതാണെന്ന് അവർ പറയുന്നു. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഒരാൾ എന്റെ കൈകളിൽ ഒന്ന് കുത്തി. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. വിൽ സ്മിത്ത് എക്കാലത്തെയും മികച്ച നടനായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? കാരണം 30 വർഷമായി താൻ ഒരു നല്ല ആളാണെന്ന് അദ്ദേഹം ലോകത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി. പിന്നീട് ക്രിസ് റോക്ക് ഓസ്കാറിൽ പോയി സ്റ്റാർ റക്ക് ചെയ്യപ്പെട്ടു. ലെസ്ബിയൻ ബന്ധങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? സാധാരണയായി ഇക്കാലത്ത് 4 കെയിൽ പുരുഷന്മാർ ചതിക്കുന്നത് ശരിയാണോ? പക്ഷേ സ്ത്രീകൾക്ക് ശരിയല്ലേ? നോക്കൂ, 20 സ്ത്രീകൾ ഈ കപ്പിൽ തൊട്ടാൽ എനിക്ക് അത് എളുപ്പത്തിൽ തുടക്കാൻ കഴിയും. പക്ഷേ 20 പുരുഷന്മാർ അതിൽ കൈകൾ വെച്ചാൽ വെള്ളം വളരെ മോശമായിരിക്കും. സ്വയംഭോഗത്തിനും തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനും പൊതുവായി എന്താണുള്ളത്? എനിക്കറിയില്ല. കുറച്ച് അടികൾക്ക് ശേഷം ഒരു തിരിച്ചുവരവില്ല. ഡോക്ടർ, എനിക്ക് എന്റെ കുണ്ടിയിൽ വേദന അനുഭവപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് വന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. ഹേ പ്രിയേ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് ഞാൻ വൈകിയതിൽ എനിക്ക് ക്ഷമിക്കണം. എനിക്ക് വേദന കാണാൻ തോന്നുന്നു. പുഞ്ചിരിക്കൂ, ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് നടിക്കുക. വർഷം മുഴുവൻ നമ്മൾ അഭിനയിക്കുകയായിരുന്നു. ഒരു അസ്ഥികൂടത്തിന്റെ പ്രിയപ്പെട്ട ഉപകരണം എന്താണ്? എന്ത്? ട്രോംബോൺ. നിങ്ങളുടെ സാമ്പത്തിക ഉപദേശം എന്താണ്? നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ അത് അടയ്ക്കാൻ 30 വർഷമെടുക്കും. നിങ്ങൾ ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ 10 വർഷത്തിനു ശേഷം നിങ്ങൾ മോചിതനാകും. ട്രംപിനെക്കുറിച്ചുള്ള രസകരമായ കാര്യം, ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്ന ആളുകൾ എപ്പോഴും അവനെക്കുറിച്ചാണ് നിർത്താതെ സംസാരിക്കുന്നത്. എന്റെ കാൽമുട്ടുകൾ എന്നെ കൊല്ലുന്നു, ഡോക്ടർ. അവ റെഫ്രിജറേറ്റർ കൊണ്ടുപോകാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. അതാണ് ഏറ്റവും പരുഷമായ എൽഫ്. എന്താണ്? സ്വയം ഒന്ന് കളിക്കൂ. ഒരു സ്ത്രീക്ക് നിങ്ങളെ ഒരു കോടീശ്വരനാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, ഞാൻ ഒരു കോടീശ്വരനാണെങ്കിൽ എനിക്ക് എന്റെ മകനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവനെ കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? തീർച്ചയായും. അവന്റെ പേരെന്താണ്? അവന്റെ പേര് മൈക്ക് ഹോക്ക്. മൈക്ക് ഹോക്കിനെ കണ്ടെത്താൻ എനിക്ക് കുറച്ച് സഹായം ആവശ്യമാണ്. ആരെങ്കിലും മൈക്ക് ഹോക്കിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു അപരിചിതന്റെ കാലിൽ ചെവി ഉയർത്തിപ്പിടിച്ചാൽ എന്താണ് നീ ചെയ്യുന്നത് എന്ന് അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ ഭാര്യ ഒടുവിൽ അവളുടെ തെറ്റ് സമ്മതിച്ചു. ശരിക്കും? അവൾ എന്താണ് ചെയ്തത്? എന്നെ വിവാഹം കഴിച്ചതിൽ അവൾ വലിയ തെറ്റ് ചെയ്തുവെന്ന് അവൾ പറയുന്നു. ഓഫീസിലെ പല പെൺകുട്ടികളും ഗർഭിണികളാകുകയാണെന്ന് അവൾ പറയുന്നു. എന്റെ ബോസ് പറയുന്നത് വായുവിലെ എന്തോ ഒന്നാണെന്നാണ്. അതെ, അവരുടെ കാലുകൾ. മക്ഡൊണാൾഡ്സും എന്റെ ജോലിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ? മക്ഡൊണാൾഡ്സിൽ കാര്യങ്ങൾ നടത്തുന്നത് ഒരു കോമാളി മാത്രമേയുള്ളൂ. എന്റെ ജോലിസ്ഥലത്ത് ഒരു മുഴുവൻ സ്ക്വാഡുമുണ്ട്. ഇത് ഒരു ലളിതമായ വ്യാകരണ ചോദ്യമാണ്. ഒരു വാക്യത്തിന്റെ അവസാനം എന്താണ് വരുന്നത്? പുരുഷന്മാരുമൊത്തുള്ള ഒരു രാത്രി സ്റ്റാൻഡ് ഭൂകമ്പം പോലെയാകുന്നത് എന്തുകൊണ്ട്? എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് നിനക്കറിയില്ല. വെഗാസ് രാത്രി കുഞ്ഞേ. ചിയേഴ്സ്. ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പാർട്ടി ഇതിഹാസമാണ്. നമുക്ക് പോകാം. ഇന്ന് രാത്രി വെഗാസ് ഭ്രാന്തനാകുന്നു. അവൻ വളരെ വേഗത്തിൽ പുറത്തേക്ക് പോയി. അത് അവസാനിച്ചുവെന്ന് ഞാൻ കരുതി. പിന്നെ ഞാൻ ഒരു ടോസ്റ്റർ സ്ട്രൂഡൽ പോലെ തിരികെ കയറി. ചൂടും കുഴപ്പവും. ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ എന്നോട് വഴി ചോദിച്ചു. പാലത്തിന്റെ പകുതി ദൂരം പോയി ഇടത്തേക്ക് തിരിയാൻ ഞാൻ അവരോട് പറഞ്ഞു. നഗ്നനായ ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ അതിക്രമിച്ചു കയറി. വഴിയില്ല. ശരിക്കും? അതെ. പോലീസ് അവനെ ഓടിച്ചെന്ന് ഒടുവിൽ ഓർഗൻ പിടിച്ചു. സ്ത്രീകളുടെ വിശ്രമത്തിൽ പുരുഷന്മാരെ അനുവദിക്കരുതെന്ന് ഞാൻ കരുതുന്നു. നീ സ്വവർഗാനുരാഗി, ട്രാൻസ്ഫോബിക്, ഫാസിസ്റ്റ്, ലൈംഗികത. ഹേയ്, നമുക്കൊരു വേലക്കാരിയെ കിട്ടണമെന്ന് ഞാൻ കരുതുന്നു. ഒരു വേലക്കാരി? ഞാൻ എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് നിങ്ങൾ കരുതുന്നത്? അത് അല്പം അമിതമായിരുന്നു. മാസത്തിലെ അവളുടെ സമയമായിരിക്കണം. ബിഗ്ഫുട്ട്, ഇത് ചെയ്യാൻ ശരിയായ രീതിയല്ല. മനുഷ്യ, മിണ്ടാതിരിക്കൂ. അത് സ്വയം ചെയ്യുക. വേലക്കാരി നിർത്തൂ. വേലക്കാരി. എന്നെ ആശുപത്രിയിൽ നിന്ന് വിലക്കി. നഴ്സ് നിങ്ങളുടെ മുടി പരിശോധിക്കുമ്പോൾ അവളുടെ മുടിയിലൂടെ വിരലോടിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. സർ, നിങ്ങളുടെ മകൻ ഇവിടെ സ്കൂളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എന്ത്? വീട്ടിലും അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എനിക്കും എന്റെ കിടക്കയ്ക്കും ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഞങ്ങൾ പരസ്പരം തികഞ്ഞവരാണ്. പക്ഷേ എന്റെ അലാറം ക്ലോക്ക് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. കേൾക്കൂ പെണ്ണെ, ഞാൻ ഇനി തർക്കിക്കാറില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യുക, ഇല്ലാതാക്കുക, എന്റെ മികച്ച ജീവിതം നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ സമാധാനം എന്ന് വിളിക്കുന്നു. അത് സൗജന്യമാണ്. എത്ര സ്ത്രീകളോടൊപ്പം ഞാൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് ഭാര്യ എന്നോട് ചോദിച്ചു. ഞാൻ അവളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർ എന്നെ രാത്രി മുഴുവൻ ഉണർത്തി. എന്റെ തുന്നലുകൾ നാളെ പുറത്തുവരുന്നു. തക്കാളി എന്തിനാണ് ചുവപ്പായി മാറിയത്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കാരണം അത് സാലഡ് ഡ്രസ്സിംഗ് കണ്ടു.
നിങ്ങൾ ഒരു ദാതാവാണെന്ന് വീമ്പിളക്കുന്നു, എന്നിട്ടും ഒരു തർക്കത്തിനിടെ നിങ്ങൾക്ക് ഒരു ഉപയോഗപ്രദമായ നിർദ്ദേശം നൽകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വാദങ്ങൾ പ്രവേശന ഫീസ് ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ തലച്ചോറിന് എന്താണ് കുഴപ്പമെന്ന് ഞങ്ങൾ ഒടുവിൽ കണ്ടെത്തി. എന്താണ് കുഴപ്പം? ഇടതുവശത്ത് ശരിയൊന്നുമില്ല, വലതുവശത്ത് ഒന്നും അവശേഷിക്കുന്നില്ല. ശാന്തമാകൂ സിസ്റ്റർ മേരി, ഒന്ന് തുടങ്ങൂ എന്ന് അതിൽ പറയുന്നു. ഒരു വ്യക്തിയുടെ അഹങ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം നിങ്ങൾക്കറിയാമോ? 3 ചെറിയ വാക്കുകൾ മാത്രം. അത് ശരിയാണോ? അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിതതന്ത്രം എന്താണ്? കേൾക്കൂ സഹോദര, നിങ്ങളുടെ പ്രതീക്ഷകൾ കുറയ്ക്കൂ മനുഷ്യ. അങ്ങനെ എല്ലാം ഒരു ബോണസ് പോലെ തോന്നുന്നു. നിങ്ങൾ ഒരു പുരാവസ്തു ഗവേഷകനാണോ? അതെ, ഞാൻ അങ്ങനെയാണ്. അതെ, ഞാൻ അങ്ങനെയാണ്. അതെ. ഏത് കാലഘട്ടമാണ്? ഒരു സ്നോമാൻ ഒരു വാമ്പയറുമായി കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? എന്ത്? മഞ്ഞുവീഴ്ച. മത്സ്യം എന്തുതരം സംഗീതമാണ് കേൾക്കുന്നത്? അറിയില്ല. ആകർഷകമായ എന്തോ ഒന്ന്. ഈ പ്രായത്തിലും സർ, ജീവിതം നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു? ഒരു പിനാറ്റ പോലെ അതിന്റെ എല്ലാ മിഠായികളും ചിതറിക്കിടക്കുന്നു. പക്ഷേ എന്തോ കാരണത്താൽ എനിക്ക് ഇപ്പോഴും അടി കിട്ടുന്നു. ഞാൻ എന്റെ നായയോട് അവന്റെ സ്വപ്നത്തെ പിന്തുടരാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി. ഒരു കാൽ വഴുതലും ഒരു നാക്ക് വഴുതലും പൊതുവായി എന്താണുള്ളത്? എനിക്കറിയില്ല. ഒരു നാക്ക് വഴുതിയാൽ നിങ്ങൾ ആഴത്തിൽ മലമൂത്ര വിസർജനത്തിലാണ്. മുഖത്ത് രോമം വളരുന്ന പശുവിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഒരു മൂസ്റ്റാഷ്. എന്റെ നായയോട് അവന്റെ സ്വപ്നത്തെ പിന്തുടരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ വീണ്ടും ഉറങ്ങി. സുഷി തേനീച്ചയോട് എന്താണ് പറഞ്ഞത്? അത് എന്താണ് പറയുന്നത്? വാസബി, ഇവിടെ ഇത്രയധികം വെറുക്കുന്നതുപോലെ നീ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ശരി, കാരണം എനിക്ക് അങ്ങനെയാണ്. എന്തുതന്നെയായാലും സ്ഥിരതയോട് എനിക്കൊരു അഭിനിവേശമുണ്ട്. ഒരു പുരുഷനുമായുള്ള ഒരു രാത്രി സ്റ്റാൻഡുകൾ ഭൂകമ്പം പോലെയാകുന്നത് എന്തുകൊണ്ട്? അവ എത്ര നേരം നീണ്ടുനിൽക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാമോ, സ്ത്രീകൾക്ക് അത്താഴത്തിന് എന്ത് കഴിക്കണമെന്ന് ഒരിക്കലും അറിയില്ല. എന്തുകൊണ്ട്? കാരണം അവൾ ആദ്യമായി എന്ത് കഴിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ വിവാഹം കഴിക്കുന്നതുവരെ സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ വളരെ വൈകി. കാട്ടിൽ ചീറ്റ കളിക്കാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണ്? എന്തുകൊണ്ട്? കാരണം വളരെയധികം ചീറ്റകളുണ്ട്. പശുക്കളെ എങ്ങനെ എണ്ണും? എങ്ങനെ? ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച്. ഇടതു കണ്ണ് വലതു കണ്ണിനോട് എന്താണ് പറഞ്ഞത്? എന്ത്? നിങ്ങൾക്കും എനിക്കുമിടയിൽ എന്തോ ഒന്ന് മണക്കുന്നു. എന്റെ ഇരുണ്ട നർമ്മം ശുദ്ധജലം പോലെയാണ്. എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു ഛേദിക്കപ്പെട്ട തല കണ്ടെത്തി. അത് ഒരു ലെറ്റൂസിന്റെ തലയാണ്. ലെറ്റൂസിന്റെ ശരീരം എവിടെയാണ്? ഇത് ഒരു സാലഡാണ്, കൊലപാതകമല്ല. ഈ ഹോട്ടൽ ശരിക്കും ആഡംബരപൂർണ്ണമാണ്. മുറിയിലെ എല്ലാം അതിശയകരമായിരുന്നു. അതെ, ടവലുകൾ വളരെ കട്ടിയുള്ളതായിരുന്നു. എന്റെ പൂറ്റക്കാൻ ഞാൻ പാടുപെട്ടു. ഒരു നാരങ്ങയും പൂച്ചയും കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? എനിക്കറിയില്ല. ഒരു പുളിച്ച പഴുപ്പ്. ഈ ചീസ് വളരെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അതൊരു പശവടിയാണ്. പ്രതിഭ. ഒടുവിൽ കുറച്ച് സമാധാനവും നിശബ്ദതയും. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. സ്ത്രീകളുടെ രക്തത്തിൽ ഇത്രയധികം തിന്മ ഉണ്ടെന്ന് എനിക്ക് ഒടുവിൽ മനസ്സിലായി. ദൈവം മാസത്തിലൊരിക്കൽ അത് ഊറ്റിക്കളയണം. ഓറിയോ എന്തിനാണ് ദന്തരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് പോയത്? ഉറപ്പില്ല. കാരണം അതിന്റെ നിറവ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ഒരു ഫോളോ, കമന്റ്, ലൈക്ക്, ഷെയർ എന്നിവ ഇടുക. അത് ശരിക്കും ഒരുപാട് അർത്ഥമാക്കുന്നു. നിങ്ങളുടെ ഫോണിൽ എന്റെ പേര് ജമ്പർ കേബിളുകളായി സേവ് ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. ചൈനക്കാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പേരിടുന്നു? എനിക്ക് ഉറപ്പില്ല. അവർ കലങ്ങളും പാത്രങ്ങളും എറിഞ്ഞ് ശബ്ദങ്ങൾ കേൾക്കുന്നു. തെറ്റ്. പിങ് 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 പിങ്. പ്രോസ്റ്റേറ്റ് പരിശോധനയ്ക്കിടെ സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം എന്താണ്? അറിയില്ല സഹോദര. നിങ്ങളുടെ തോളിൽ 2 കൈകൾ തോന്നുന്നു. ഒരു ആൺകുട്ടിക്ക് ബീജസംഖ്യ കൂടുതലാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? എങ്ങനെ സഹോദര? അവന്റെ കാമുകി ചവക്കേണ്ടി വരുമ്പോൾ. നിരസിക്കുന്നതിന്റെ പരമമായ വശമാണിത്. പറയൂ സഹോദര. നിങ്ങളുടെ അടിക്കുന്ന കൈകൾ ഉറങ്ങുമ്പോൾ. സ്ത്രീ പാരാട്രൂപ്പർമാർ ജോക്ക് സ്ട്രാപ്പുകൾ ധരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അവർ ഇറങ്ങുമ്പോൾ വിസിൽ അടിക്കുന്നില്ല. മിക്കി മൗസ് മിന്നി മൗസിനെ എന്തിനാണ് ഉപേക്ഷിച്ചത്? എന്തുകൊണ്ട്? കാരണം ആ പെൺനായ്ക്കുട്ടി വിഡ്ഢിയായിരുന്നു. ആനകൾ എന്താണ് ടാമ്പണുകളായി ഉപയോഗിക്കുന്നത്? എന്ത് സഹോദര? ആടുകൾ.
എന്റെ തലമുറ ഞങ്ങളുടെ കാറിലെ മഫ്ലറുകൾ മുറിച്ചുമാറ്റി അത് ഉച്ചത്തിലാക്കുന്നു. നിങ്ങളുടെ തലമുറ അവരുടെ പെക്കറുകൾ മുറിച്ചുമാറ്റുന്നു. എന്നെ വിശ്വസിക്കൂ, ഞങ്ങൾ ഒരുപോലെയല്ല. ഹേ സുഹൃത്തെ, ഒരു തമാശയായി നിങ്ങളെ ഒരു ഗേ ഡേറ്റിംഗ് വെബ്സൈറ്റിലേക്ക് സൈൻ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് നിങ്ങളുടെ ഇമെയിൽ ഇതിനകം ഉപയോഗത്തിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നിഗൂഢനെ പോലെ പെരുമാറുന്നു, പക്ഷേ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. അത് മറക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിമാനാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഏറ്റവും മോശം പ്രതീക്ഷിക്കുന്നത്, മിസ്റ്റർ ഫൂട്ട്? ശരി, ഒരുപക്ഷെ ഏറ്റവും മോശം എപ്പോഴും സ്ഥിരമായിരിക്കും, കാരണം ഫക്ക് പോലെ. എന്റെ ഭാര്യ കാണുന്ന എല്ലാ ഹാൾമാർക്ക് സിനിമകളും കണ്ടിട്ട് അവൾ വളരെ നല്ലവളും സ്നേഹമുള്ളവളുമാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷേ അവൾ ഇപ്പോഴും ഒരു ദയനീയ മന്ത്രവാദിനിയാണ്. ഒരു മൈക്രോസ്കോപ്പ് ഒരു ടെലിസ്കോപ്പിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്ത്? അവ കാലിഡോസ്കോപ്പ്. സിമന്റിൽ കുഴിച്ചിട്ട ഒരു മോബ്സ്റ്ററെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഉറപ്പില്ല. ഒരു കഠിന കുറ്റവാളി. ഈ ഗുളികകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം 100 പശുക്കളെ സേവിക്കാൻ കഴിയും. അവയെ എന്താണ് വിളിക്കുന്നത്? അറിയില്ല, പക്ഷേ അവയ്ക്ക് പെപ്പർമിന്റിന്റെ രുചിയുണ്ട്. ആരോ എന്നോട് നിങ്ങൾക്ക് പെക്കർ സാൻഡ്വിച്ചുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങൾക്കായി വാദിക്കുകയും അത് അസംബന്ധമാണെന്ന് അവനോട് പറയുകയും ചെയ്തു, കാരണം നിങ്ങൾക്ക് ബ്രെഡ് പോലും ഇഷ്ടമല്ല. നിങ്ങൾ ഒരിക്കലും ഒന്നും ആഘോഷിക്കാത്തതെന്താണ്? കേൾക്കൂ സ്ത്രീ, അത്തരമൊരു കാര്യം പരിശീലിക്കാൻ എനിക്ക് വേണ്ടത്ര വിജയങ്ങൾ ലഭിക്കുന്നില്ല. ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവളുടെ സുഹൃത്ത് അലീസ മരിച്ചു. അവൾ പറഞ്ഞു, എന്തെങ്കിലും തമാശ പറയൂ. ഞാൻ പറഞ്ഞു, മുട്ടുക. അവൾ ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു, അലിസ അല്ല. ഒരു പച്ചക്കറിയുടെ കഴിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ്? എനിക്കറിയില്ല. തൊലി. വീൽചെയർ. കാപ്പി ഇഷ്ടപ്പെടാത്ത ആളുകളോട് യേസു വെഞ്ചുറ എങ്ങനെ മറുപടി പറഞ്ഞു? ശരി, ഇട്ടി. നിങ്ങൾക്ക് ആ പുതിയ ചുരുളൻ ഫ്ലൂട്ട് അറ്റങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഓ അതെ, ഒരു ട്രക്ക് ബെഡ് നിറയെ ഉപകരണങ്ങൾ ചുമന്ന് ഒരേ പമ്പിൽ 4 തവണ ജോലി ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ലെസ്ബിയൻ കടൽക്കൊള്ളക്കാരൻ അവളുടെ കാമുകിയോട് എന്താണ് പറയുന്നത്? എനിക്ക് തടി കത്രിക നൽകുക. സന്തോഷകരമായ ദാമ്പത്യത്തിന്റെ രഹസ്യം എന്താണ്? എനിക്ക് കൃത്യമായി അറിയില്ല. ഹലോ ഫാം. എനിക്ക് നിർമ്മിക്കാൻ കഴിയുന്ന വീഡിയോകൾക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങൾക്കൊപ്പം താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്റെ ജീവിതം മികച്ചതാക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പെട്ടെന്നുള്ള ചോദ്യത്തെ ഞാൻ ഭയന്ന് ജീവിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഈ വീട്ടിൽ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരേയൊരു കാര്യം അവയാണ്. നിർദ്ദേശങ്ങളും വൈകാരിക പിന്തുണയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടർക്കി കൊത്തിയെടുക്കരുത്. ദയവായി ഉപ്പ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സ് ആവശ്യമാണ്. എന്റെ ഭാര്യ തന്റെ ജന്മദിനത്തിന് ഒരു ഡിസൈനർ ബാഗ് വാങ്ങുന്നതിനേക്കാൾ സന്തോഷകരമാകാൻ മറ്റൊന്നില്ലെന്ന് പറഞ്ഞു. അതിനാൽ എനിക്ക് അവളെ ഒന്നും ലഭിച്ചില്ല. അവൾ സന്തോഷവതിയാകില്ല, അല്ലേ സഹോദര? നിങ്ങളുടെ ഇളയവരോട് നിങ്ങൾ എന്താണ് പറയുക? നിങ്ങളുടെ മോശം ജീവിതം തിരക്കുകൂട്ടരുത്. പ്രായപൂർത്തിയാകുന്നത് ഒരു വഞ്ചനയാണ്. ഹേയ്, എന്റെ കാലിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് നിർത്തൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ 45 മിനിറ്റ് മാത്രം. എന്തിനാണ് നായ തണലിലിരുന്നത്? എന്തുകൊണ്ട്? കാരണം അവന് ഒരു ഹോട്ട് ഡോഗ് ആകാൻ താല്പര്യമില്ലായിരുന്നു. ഇന്ന് രാവിലെ ഒരു സ്ത്രീ തന്റെ ഷർട്ട് ഡ്രൈ ക്ലീനർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ പോകുമ്പോൾ കൗണ്ടറിലെ ആൾ പറഞ്ഞു, വീണ്ടും വരൂ. ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഇത്തവണ ടൂത്ത് പേസ്റ്റ് വേണ്ട. ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലി എന്താണ്? എനിക്ക് ഉറപ്പില്ല മുത്തശ്ശി. ചൈനയിലെ ഒരു പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റ്. ഒരു ബൗളിംഗ് ബോളിനും ഒരു സുന്ദരിക്കുമിടയിലുള്ള വ്യത്യാസം എന്താണ്? എന്ത്? നിങ്ങൾക്ക് ഒരു ബൗളിംഗ് ബോളിൽ 3 വിരലുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഒച്ചുകൾ എന്തിനാണ് മന്ദഗതിയിലുള്ളത്? എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അവർ ഒരു വീട് അവരുടെ പുറകിൽ ചുമക്കുന്നു. നിങ്ങൾ വിലമതിക്കപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നു. ഞങ്ങളുടെ ട്രോമ ബോണ്ടിങ്ങും മണ്ടത്തരവും നോക്കൂ. സർക്കാർ നിങ്ങളുടെ പിൻമുറ്റത്ത് വജ്രങ്ങളോ എണ്ണയോ കണ്ടെത്തുമ്പോൾ അത് അവരുടെ സ്വത്തായിരിക്കുന്നത് എന്തുകൊണ്ട്? പക്ഷേ അവർ മയക്കുമരുന്ന് കണ്ടെത്തിയാൽ അത് നിങ്ങളുടേതാണ്. ഒരു അസ്ഥികൂടത്തിന് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത മുറി ഏതാണ്? എന്ത്? സ്വീകരണ മുറി. സഹോദര, ഒരു ഗേ ബീജം മറ്റേയാളോട് എന്താണ് പറഞ്ഞത്? ഇതിലൊക്കെ ഒരു മുട്ട എങ്ങനെ കണ്ടെത്തും? മനുഷ്യ, എനിക്ക് നിന്നോട് വെറുപ്പാണ്. ആ പുതിയ വളഞ്ഞ ഫ്ലൂട്ട് അറ്റങ്ങൾ നിനക്ക് എങ്ങനെ ഇഷ്ടമാണ്? ഓ അതെ, ഒരു ട്രക്ക് ബെഡ് നിറയെ ഉപകരണങ്ങൾ ചുമന്ന് ഒരേ പമ്പിൽ 4 തവണ ഷിഫ്റ്റിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഷൂ നടക്കാൻ പോകണോ എന്ന് ചോദിക്കൂ. ഓ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് അത് പറഞ്ഞു. 2 കോമാളികൾ ഒരു നരഭോജിയെ തിന്നുകയാണ്. ശരി. ഒരു കോമാളി മറ്റേയാളുടെ നേരെ തിരിഞ്ഞു പറയുന്നു, നീ പഞ്ച് ലൈൻ തെറ്റിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ക്ഷമിക്കണം. ഈ ട്രെയിൻ ബ്രൈറ്റണിൽ നിർത്തുമോ? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെല്ലാം നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഒരു വൃദ്ധയെ എങ്ങനെ ഫക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾ പറയും? എനിക്കറിയില്ല. ഒരു വൃദ്ധയെ എങ്ങനെ ഫക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾ പറയും? ബിങ്കോ എന്ന് വിളിക്കൂ.
പോലീസ് എന്നെ തേടി വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓ ഫക്ക്, അവർക്ക് കയറാൻ കഴിയില്ല, പക്ഷേ അവയ്ക്ക് പറക്കാൻ കഴിയും. അവിടെ നിന്ന് ഇറങ്ങൂ കുരങ്ങൻ. മിണ്ടാതിരിക്കൂ ബാഗറ്റ് മഞ്ചർ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഫോളോ ഇടുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പങ്കിടുക. ഇത് ശരിക്കും ഒരുപാട് അർത്ഥമാക്കുന്നു.